ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്വർണ്ണ കളർ രീതിയിലുള്ള മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാതെ കുക്കറിൽ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നല്ല പാലട പ്രഥമൻ റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നമുക്ക് നല്ല കിഡിലനായിട്ടുള്ളൊരു പാലട റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ഹാപ്പി ഓണം. സ്പെഷ്യലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാലട പ്രഥമനാണ് റെഡിയാക്കി എടുക്കുന്നത്. അതും നമ്മൾ കുക്കറിലാണ് റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് അട എടുത്തിട്ടുണ്ട്. ഒരു 6-7 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഇതേപോലെ പായസം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ പാല് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിലേക്ക് നമുക്ക് ഈ ഒരു പാലങ്ങ് ഒഴിച്ചെടുക്കാം. നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാര, ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള ഒരു 6-7 ഏലക്കയുടെ കുരുവും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് തവി വെച്ച് മിക്സ് ചെയ്ത് ഒരു തിള വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യാം, കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്കവാറും ചിലപ്പോൾ നമ്മുടെ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം എന്ത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പാല് തിളക്കുന്ന വരെ നമുക്കൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതാ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം. പാലൊന്ന് ചെറിയ ചൂടായി വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി വന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊന്തി വരും. പാലൊന്ന് പൊന്തി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, കൈവിടാതെ തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാലങ്ങ് താഴ്ന്നു പോകും. അതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ നമ്മുടെ പാല് കണ്ടില്ലേ, നല്ല പോലെ ഇങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഫുള്ളിലാണ് നാം വെച്ചിട്ടുള്ളത് കേട്ടോ, കണ്ടല്ലോ. അപ്പം ഇത് ഒന്ന് താഴ്ന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാല് നല്ല പോലെ അങ്ങ് താഴ്ന്നു വരും. ഒരു 5 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യാം, കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ നമുക്കറിയാലോ, പാല് വെന്ത് വരുമ്പോൾ ഉള്ളൊരു സ്മെല്ല് വരും നമുക്ക്. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ച് എടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇപ്പം ഞാനിതാ കണ്ടില്ല, നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത കാരണം നമ്മുടെ ഒരു പാല് പൊന്തി വരുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്കർ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കുക. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു 6-7 വിസിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലെയിം നല്ല പോലെ കൂടുതലായതുകൊണ്ടായിരിക്കും. അതല്ല, നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു വിസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പതിയെ നമ്മുടെ പാല് നല്ല പോലെ വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. മാക്സിമം ഒരു 1/2 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ.
വളരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്ന് റെഡിയാകുമ്പോഴേക്കും നമ്മുടെ അട നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാല് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ചെടുക്കുന്ന അടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേവിച്ച് തന്നെ എടുക്കണം കേട്ടോ. അതല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി എടുത്താലും മതിയാവും. പിന്നെ ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് കുതിർന്ന് വരണം. അത്യാവശ്യം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വെന്ത് വരും വിധത്തിൽ നമുക്കിതെന്ത് ചെയ്യാം, ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇവിടെ ഇരുന്ന് ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ പാലൊന്ന് റെഡിയായി വരണം. അപ്പോൾ ഇതാട്ടാ നമ്മുടെ പാൽ ഞാനിവിടെ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കളഞ്ഞ് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയി നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. നല്ല പതിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു ടൈപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ, പാല് നല്ല പോലെ വെന്ത് നമ്മൾ പാല് തിളച്ച് കഴിയുമ്പോൾ പൊന്തി വരില്ലേ, പൊന്തി വരുമ്പോൾ ഒരു പത ഉണ്ടാവും. ആ ഒരു പതയുടെ രീതിയിലാണ് കണ്ടില്ലേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല ഗോൾഡൻ കളറായിട്ടാണ് നമുക്ക് ഈ ഒരു പാല് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ പതയില്ലാതെ നമുക്കൊന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ അട ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള അട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, നമുക്ക് ഈ അട വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പാലിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നമ്മൾ വേവിച്ചാൽ മാത്രം മതി. അത്രയും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് വെന്ത് കുഴയുമ്പോൾ നമ്മുടെ പായസത്തിൽ ഇത് കടിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഈ ഒരു കൈവിടാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഒരു പദം ഒന്ന് താഴ്ന്നു പോയിക്കോളും. പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാട്ടാ നമ്മുടെ പായസം ഇവിടെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു അടയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നു തുടങ്ങി. നല്ല ആ ഒരു പദമൊക്കെ നല്ല പോലെ അങ്ങ് പോയി പാലൊക്കെ നമ്മുടെ അടയിൽ പിടിച്ച്. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു തിക്കിലങ്ങനെ കിട്ടണം. നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ ഒലിച്ചു പോവാത്ത രീതിയിൽ വേണം നമ്മൾ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, വളരെ സിമ്പിളല്ലേ. അപ്പം എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ടില്ലേ, കുക്കറിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അടിക്ക് പിടിക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ കൈവിടാതെ നിന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് ജോലികൾ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പതിയെ അങ്ങ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ഫ്ലേവറൊക്കെ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരല്പം നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാട്ടാ നമ്മുടെ പായസം നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക്
ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒരല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഒഴിച്ചു. പിന്നെ നമുക്കിതങ്ങ് വിളമ്പിയാലോ. കണ്ടില്ലേ, നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള പാലട പ്രഥമൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിലുള്ള ഐറ്റാട്ടാ. നമ്മളിതിൽ മിൽക്ക് മേഡ് ഒന്നും ചേർത്തിട്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.